നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പെൻഷനായി 5 മാസം കാത്തിരുന്ന ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശി ജോസഫ് തൂങ്ങി മരിച്ചത് ജീവനൊടുക്കുമെന്ന് പഞ്ചായത്തിന് കത്തയച്ച ശേഷം. സർക്കാർ ഓഫീസ് കയറി മടുത്തെന്ന് കത്തിൽ ജോസഫ്. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികൾ അറസ്റ്റിലായത് ഭർത്താവ് നൌഫലും മാതാപിതാക്കളും. ദുബായിൽ പേരൂർക്കട സ്വദേശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പാകിസ്ഥാനികൾക്കെതിരെ കേസ്. തുടക്കത്തിലെ എതിർപ്പിൽ പിണങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഇനി ഒരു തീരുമാനവും എടുക്കില്ലെന്ന് മന്ത്രി. ഒന്നും പറയാനില്ല. ഗണേഷ് കുമാറിനെ കുനിച്ചിരുത്തി ഇടിച്ചു കഴിഞ്ഞു. വിട്ടേക്ക് കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിന് കാര്യമൊന്നുമില്ല. പുതിയ തീരുമാനമില്ല. ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇനി മതിയായി. എല്ലാം ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്ന് ഗണേഷ് കുമാർ. 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്നം ദേഷ്യമൊക്കെ നമ്മുടെ തോന്നും, ശുണ്ടിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് തോമസ് ഐസക്. ലോക്സഭാ സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ മുൻ ധനമന്ത്രി. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് ഒളിയമ്പ്. തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തമെന്ന് ഇഡിക്ക് മറുപടി. മുഖ്യമന്ത്രിയുടെ മകളും CMRLുമായുള്ള ഇടപാട് അന്വേഷിക്കേണ്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ? ഗുരുതര കുറ്റമായതിനാൽ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം പോരെന്ന് ഹൈക്കോടതിയിൽ ഷോൺ ജോർജിന്റെ ഉപഹർജി. എക്സാലോജിക്കിന് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനം 77 ലക്ഷം നൽകിയതും അന്വേഷിക്കണമെന്നാവശ്യം. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറിയെന്ന് റവന്യൂ വകുപ്പ്. എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കും. വൈകിട്ട് 6 മണിക്ക് ഗേറ്റ് അടയ്ക്കാനും തീരുമാനം. പൊതുജനങ്ങൾക്കായി തുറന്ന് അയോധ്യ ക്ഷേത്രം. പ്രതിദിനം 1 ലക്ഷം പേർക്ക് ദർശന സൗകര്യം. രാമപ്രതിഷ്ഠയുടെ ഫോട്ടോ പങ്കുവച്ചതിന് തരൂരിനെതിരെ SFI പ്രതിഷേധം. ഞാൻ ജയ് ശ്രീരാം എന്ന് പറഞ്ഞില്ലേ, കാരണം ജയ് ശ്രീരാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നത് മാത്രമാണ്. വ്യാജരേഖ കേസിൽ കെ വിദ്യ മാത്രം പ്രതി. വിദ്യയ്ക്ക് ആരുടെയും സഹായം കിട്ടിയിട്ടില്ലെന്ന് പോലീസ്. ഹോസ്ദുർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന്. നിയമസഭാ സമ്മേളനം മറ്റന്നാൾ മുതൽ. തുടക്കം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ. വാർത്തയിലേക്ക് വിശദമായി. 5 മാസമായി പെൻഷന് വേണ്ടി കാത്തിരുന്ന ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട്ടിൽ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് തൂങ്ങി മരിച്ചത്. വികലാംഗ പെൻഷൻ മുടങ്ങിയതിൽ ജീവനൊടുക്കുമെന്ന് പാപ്പച്ചൻ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ കത്ത് നൽകിയിരുന്നു. കിടപ്പുരോഗിയായ മകൾക്കും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പെൻഷൻ മുടങ്ങിയതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? പഞ്ചായത്തിൻ്റെതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്താണ്? രേണുക, നേരത്തെ ജോസഫ് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തനുസരിച്ചും ഒപ്പം പോലീസിന് കൈമാറിയ കത്ത് പ്രകാരവും 15 ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനുശേഷം ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വടികുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിക്കൊപ്പം പെരുവണ്ണാമൊഴി പോലീസിനും കത്ത് നൽകി. ഒപ്പം കോഴിക്കോട് കളക്ടർക്കും കത്ത് നൽകാനിരിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ വീടിന്റെ മുൻവശത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. കിടപ്പ് രോഗിയായ 47-കാരിയായ മകളുടെ സംരക്ഷണവും തന്റെ തന്നെ ചുമതലയാണ്. അവർക്ക് ലഭിക്കുന്ന പെൻഷനും ആണ് തങ്ങളുടെ ജീവിതമാർഗമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഈ ജീവിതമാർഗങ്ങൾ ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് മരണം തെരഞ്ഞെടുത്തതെന്നാണ്
ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ ഈ ആത്മഹത്യയുടെ കാരണം പെൻഷൻ കിട്ടാത്തത് മാത്രമാണെന്ന് പറയാനാവില്ല എന്ന നിലപാടിലാണ് പഞ്ചായത്ത്. ഈ കിടപ്പ് രോഗിയായ മകൾ ജോസഫിനൊപ്പമല്ല കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായി താമസം. കോഴിക്കോട്ടെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഇവർ താമസിച്ചു വരികയാണ്. ഒപ്പം ഈ പെൻഷൻ മുടങ്ങിയെങ്കിൽ പോലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ ജോസഫിന്റെ വീട്ടിൽ തന്നെ തൊഴിൽ ചെയ്ത ശേഷം കൂലി വാങ്ങുന്ന രീതിയിൽ 77 തൊഴിൽ ദിനങ്ങളുടെ കൂലി ജോസഫ് വാങ്ങിക്കഴിഞ്ഞതായി നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് 18നോട് പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് ജോസഫ്. അതുകൊണ്ട് ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ളവ സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്. ഈ ജോസഫിന്റെ കത്ത് ലഭിച്ച ശേഷം വീട്ടിൽ പോയി പരിശോധനകൾ നടത്തിയിരുന്നു എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. എന്തായാലും വലിയ വിവാദമായി തന്നെ ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ അടിമാലിയിൽ ഈ പെൻഷൻ തുക ലഭിക്കാത്തതിന് ഭിക്ഷയെടുത്ത മറിയാമ്മ അടക്കമുള്ള ആളുകളുടെ കഥ സർക്കാരിന് വലിയ പ്രതിരോധമായി മാറിയിരിക്കുകയായിരുന്നു പെൻഷൻ വിതരണം. ഇതിനിടയിലാണ് നേരത്തെ തന്നെ ഇത്തരം ഒരു കുറിപ്പ് എഴുതി വെച്ച ശേഷം, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പെൻഷൻ നൽകിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് എഴുതിയ ശേഷം ഈ 77കാരൻ തൂങ്ങി മരിച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും അറസ്റ്റിൽ. ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. ഇരുപത്താറ് 12/2023 റിപ്പോർട്ടായ ഈ ഷഹന കേസിൽ ഇന്ന് 3 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്ന ദിവസം മുതൽ 2 ടീമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടിക്കുന്നതിനായിട്ട് നടക്കുകയായിരുന്നു. ഒരു തരത്തിലും പോലീസിന് പിടി തരാതിരിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പ്രിക്കോഷൻസും ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ മറ്റ് ട്രാൻസാക്ഷൻസ് നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രയാസകരമായിരുന്നു കണ്ട് എത്തുന്നതിനായിട്ട്. തിരുവനന്തപുരത്തെ ഷഹനയുടെ ആത്മഹത്യയിലാണ് ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും അറസ്റ്റിലായിരുന്നത്. ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതികളെ പിടികൂടാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ 3 പാകിസ്ഥാനികൾക്കെതിരെ കേസ്. പേരൂർക്കട സ്വദേശി അനിൽ വിൻസെന്റിനെയാണ് കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കേസ്. ദുബായിലെ ട്രേഡിംഗ് കമ്പനിയിൽ PROയായാണ് അനിൽ ജോലി ചെയ്തിരുന്നത്. ഈ മാസം 2-ന് അനിലിനെ കാണാതായി. ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ അശോകിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പം അനിൽ പോയത്. പിന്നെ മടങ്ങിയെത്തിയില്ല. കേസ് ഫയൽ ചെയ്ത് അങ്ങനെ അവർ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട്. പ്രതിയിൽ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ അന്വേഷിക്കാനും എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴാണ് പുള്ളി പെട്ടെന്ന് 7-ാം തീയതി പുള്ളി മിസ്സാകുന്നു. പുള്ളി വരുന്നില്ല. രാവിലെ ഓഫീസിൽ വന്നിട്ട് പോയി പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ CID ഞാൻ ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലീസ് ഒരാളെ പിടിച്ചു. അവനെ പിടിച്ചതിന് ശേഷം പിന്നെ ഈ പ്രതിയെ പിടിച്ചു. അപ്പോഴത്തേക്കും ഈ വണ്ടിയിൽ കൊണ്ടുപോയി അവർ ബറി ചെയ്ത ആ ഡ്രൈവർ രാജ്യം വിട്ടു. അയാളെ പിടിച്ചിട്ടില്ല. ഇവർ 2 പോലീസ് ടോട്ടൽ 3 പേരാണ്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കേസ് കൊടുക്കാനും അന്വേഷണത്തിനുമൊക്കെ അശോകിനും ഓഫീസ് ജീവനക്കാർക്കും ഒപ്പം പ്രതിയായ പാകിസ്ഥാനിയും ഉണ്ടായിരുന്നു. 7-ാം തീയതി ഇയാൾ ഒളിവിൽ പോയി. അതോടെയാണ് സംശയം ബലപ്പെട്ടത്. മൃതശരീരം മറവ് ചെയ്യാൻ കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. മറ്റു 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ജോലി സംബന്ധമായ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനമാണ് പോലീസിന്റേത്. അനിലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി എന്ന നിലയിലുള്ള തീരുമാനങ്ങളോട് എതിർപ്പ് ശക്തമാകുന്നതിൽ നിരാശ പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇലക്ട്രിക് ബസ്സിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഗണേഷ് കുമാറിനെ കുനിച്ചിരുത്തി ഇടിച്ചു കഴിഞ്ഞു. വിട്ടേക്ക്, കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിൽ കാര്യമൊന്നുമില്ല. ഒരു പുതിയ തീരുമാനമില്ല. ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇനി മതിയായി. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയായി. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല. ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ തെളിയും.
ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA ഭൂമി കയ്യേറിയതായി റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 50 സെന്റ് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ചിന്നക്കനാലിലെ റിസോർട്ട് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA വിജിലൻസ് മൊഴി രേഖപ്പെടുത്താനായി വിളിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 50 സെന്റ് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി വിജിലൻസ് വ്യക്തമാക്കിയത്. തുടർന്ന് ഇത് പരിശോധിക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കയ്യേറ്റം നടന്നതായി ഉടുമ്പൻചോല റവന്യൂ സംഘം സ്ഥിരീകരിച്ചു. 3 ആധാരങ്ങളിലായി 1 ഏക്കർ 21 സെന്റ് ഭൂമി വാങ്ങിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ മൊഴി. എന്നാൽ അധികമായി 50 സെന്റ് ഭൂമി കൂടി ഇവരുടെ കൈവശമുണ്ട്. തഹസീൽദാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 ഇടുക്കി. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRL കമ്പനിയുമായുള്ള ഇടപാടിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ഷോൺ ജോർജ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ഹർജി. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണം ഗുരുതര കുറ്റകൃത്യം തെളിയിക്കാൻ പോരാ എന്നാണ് ഹർജിയിലെ പ്രധാന വാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും CMRLും തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുകയാണ് ജനപക്ഷ പാർട്ടി നേതാവ് ഷോൺ ജോർജ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിനെതിരെയാണ് ഷോണിന്റെ ഹർജി. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് ഹർജിയിൽ പ്രധാനമായും ആരോപിച്ചിരിക്കുന്നത്. വീണയുടെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3 അംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേഷൻ മന്ത്രാലയം ഉത്തരവിട്ടത്. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഉത്തരവിലുള്ളത്. കമ്പനി നിയമത്തിലെ 210 വകുപ്പ് പ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഈ വകുപ്പ് പ്രകാരം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൌരവം കുറഞ്ഞ അന്വേഷണം മാത്രമായിരിക്കും എന്നാണ് ഷോണിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഗൌരവകരമായ കുറ്റങ്ങൾ അന്വേഷിക്കാനുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ED ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തമുണ്ടെന്നും മനസ്സിലാകുമെന്നും ഷോൺ പറയുന്നുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നിലവിലെ അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നും ഹർജിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമാനമായ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും ഷോൺ പരാതി നൽകിയിട്ടുണ്ട്. ഷോണിന്റെ ഹർജി നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സംഘർഷത്തെ തുടർന്ന് അടച്ച് എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി കോളേജ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വൈകിട്ട് 6 മണിക്ക് ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കുമെന്നും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് ഷജീല ബിവി പറഞ്ഞു. ഡാനിപ്പോളിന്റെ റിപ്പോർട്ടിലേക്ക്. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മഹാരാജാസ് കോളേജ് തുറക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മഹാരാജാസ് കോളേജ് നാളെ മുതൽ പഴയതുപോലെ തന്നെ അധ്യയനം ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്യാപക രക്ഷകർത്ത സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ചില നിബന്ധനകൾ കോളേജിലെ വളരെ കർശനമായിട്ട് തന്നെ നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി യോഗം ചേർന്നത്. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗത്തിനൊടുവിലാണ് ഇതിൽ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത തീരുമാനങ്ങളിലേക്ക് എത്തുകയും നാളെ മുതൽ ഇവിടെ അധ്യയനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. KSU, SFI, അതോടൊപ്പം തന്നെ ഫ്രറ്റേണിറ്റി, MSF എന്നീ സംഘടനകളുടെ പ്രതിനിധികളാണ് അധ്യാപകരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചകൾ പങ്കെടുത്തത്. ഇതനുസരിച്ച് കോളേജിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കഴിയണം. ആ രീതിയിലേക്ക് കോളേജിനകത്തെ പ്രവർത്തനങ്ങളും മാറണം. അധ്യയനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അത്തരം കാര്യങ്ങളാണ് കൂടുതലുമായിട്ട് തന്നെ ചർച്ചകൾ നടന്നത്. നാളെ മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളും കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിലെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഹോസ്റ്റൽ കമ്മിറ്റിയും ഹോസ്റ്റൽ അഡ്വൈസറി കമ്മിറ്റി ഹോസ്റ്റൽ സെക്രട്ടറിമാരുടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുന്നതിനും അതിനനുസരിച്ച് ഹോസ്റ്റലിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നതിനും
ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഇതിൽ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കും. മഹാരാജാസിനെ കുറിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പൊതുവിലുള്ളൊരു പരാതി, പുറമെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയും കോളേജിനകത്ത് തന്നെ അവർ സ്ഥിരമായി ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. ഈ ഒരു സാന്നിധ്യം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ID കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കും. മറ്റൊന്ന്, കോളേജിൽ പലപ്പോഴും രാത്രി വൈകിയും വിദ്യാർത്ഥികൾ കോളേജിൽ തങ്ങുന്നു എന്ന പരാതികൾ ഉയരുന്നു. അതുകൊണ്ട് ഈ 6 മണിക്ക് ശേഷം വളരെ നിർബന്ധമായിട്ട് തന്നെ വിദ്യാർത്ഥികളെ കോളേജിൽ തുടരാൻ 6 മണിക്ക് ശേഷം അനുവദിക്കില്ല. ക്യാമ്പസിനകത്ത് തുടരാനും അനുവദിക്കില്ല. ഗേറ്റുകൾ പൂർണ്ണമായിട്ട് തന്നെ അടച്ചിടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുക എന്നൊരു നിർദ്ദേശമാണ് ഉണ്ടായത്. അത് വിദ്യാർത്ഥികളുമായി നടത്തിയ ചർച്ചകൾ അവരെയും കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കോളേജിൽ അധ്യാപക രക്ഷാകർത്താ സംഘടനകളുടെ നേതൃത്വത്തിൽ നേരത്തെ കൈക്കൊണ്ട തീരുമാനമനുസരിച്ച് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അധികമായിട്ട് നിയമിക്കുക എന്നത് സംബന്ധിച്ചാണ്. അതിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത്തരം നിയമനങ്ങളിലേക്ക് പോകാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് എടുത്തിട്ടുള്ള കേസുകൾ, ആ കേസുകൾ നിലനിൽക്കും. ആ കേസുകളിൽ പോലീസിൻ്റെ നടപടികൾ തുടരുന്നു. ഒപ്പം തന്നെയും കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അന്വേഷണം അത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പോഴുള്ള തീരുമാനങ്ങളെ ബാധിക്കില്ല. അത് അന്വേഷണമെല്ലാം തന്നെ അതിൻ്റെ വഴിക്ക് തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. നാളെ മുതൽ കോളേജിലെ അധ്യയനം ആരംഭിക്കുകയും ചെയ്യും. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണുള്ളതെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ED നൽകിയ രണ്ടാമത്തെ നോട്ടീസിനാണ് തോമസ് ഐസക് മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിൽ പറയുന്നത് മസാല ബോണ്ട് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂട്ടായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കിഫ്ബിയിൽ അധ്യക്ഷനായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബോർഡ് അംഗങ്ങളായിട്ട് 15ലധികം പേരുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒരു കൂട്ടായ തീരുമാനം ആണ് ഈ കിഫ്ബിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ധനകാര്യമന്ത്രി എന്ന രീതിയിലാണ് താൻ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് സാങ്കേതികമായ ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് തോമസ് ഐസക് EDക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ തോമസ് ഐസക്കിന്റെ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തോമസ് ഐസക് മറുപടി നൽകിയതിലൂടെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെന്ന രാഷ്ട്രീയപരമായിട്ട് വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം തോമസ് ഐസക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇത് തൻ്റെ വ്യക്തിപരമായ തീരുമാനം അല്ല ഇതെന്ന് പറയുന്നു. കിഫ്ബി സംബന്ധിയായ കൂട്ടായ തീരുമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്നത്, മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത്. അത് എക്സ് ഒഫീഷ്യോ സ്ഥാനമാണ്. തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല. അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിൻ്റെ എല്ലാ രേഖകളും നൽകിക്കഴിഞ്ഞു. പിന്നെ അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ഇലക്ഷൻ എടുക്കുന്നവരും മോഡിജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തറടിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ED എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. തോമസ് ഐസക് നൽകിയ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം ഈ വിവാദം സംബന്ധിച്ച ഈ മസാല ബോണ്ട് സംബന്ധിച്ച് EDക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ എന്താണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്ന് ED വ്യക്തമാക്കണം ആദ്യമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഇതിൽ രണ്ടാമത് നൽകിയ നോട്ടീസിന് മറുപടി നൽകുമ്പോൾ തോമസ് ഐസക് EDക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് EDയും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലടക്കം ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ മസാല ബോണ്ട് സംബന്ധിയായ കാര്യങ്ങളിൽ ഉള്ള തെളിവുകൾ, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കോടതി വഴി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം ED നിയമപരമായി നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് യോജിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. P. ചിദംബരം, സിദ്ധാരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തി. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തത് ദുഃഖകരമാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സമീപനമാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം
കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിൽ നിൽക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ഞാൻ പറഞ്ഞ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ 10-15 പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു. കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡെല്ലാം ഉണ്ട്. കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല. സാധാരണക്കാരുടെ ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന BJP ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഇടവേള. ഇത് നിങ്ങൾക്ക് മുൻ ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി കോടതിയെ സമീപിക്കും.